ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു ചെറിയ കണ്ടന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സാലറിയുടെ സെക്ഷൻ 17 അനുസരിച്ച് സാലറി നമ്മൾ പഠിച്ച സമയത്ത് പെർക്വിസിറ്റ്സ് സാലറി എന്ന് പറയുന്ന ആ ഒരു ഹെഡിലെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ something given by the employer other than cash. Okay, that is cash അല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ എംപ്ലോയിക്ക് കൊടുക്കുന്ന സർട്ടൻ പേയ്മെന്റ്സിന് പറയുന്ന പേരാണ്, കോമൺ ആയിട്ട് പറയുന്ന പേരാണ് പെർക്വിസിറ്റ്സ്. ഓക്കെ, അതില് ഒരു ഐറ്റം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഐറ്റം ഇതാണ്, റെസിഡൻഷ്യൽ അക്കോമഡേഷൻ. ഇതിന് മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടും. That means rent free house. Okay, അതായത് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൗസ്, റെന്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഹൗസ്, ആ ഒരു അക്കോമഡേഷൻ ആര് പ്രൊവൈഡ് ചെയ്യുന്നു? എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് ആ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു അക്കോമഡേഷന്റെ വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ വാല്യൂ ആ ഒരു എംപ്ലോയിയുടെ സാലറി ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇനി അതെങ്ങനെയാണ് ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ക്ലിയർ? അതിനു വേണ്ടിയിട്ട് ആ എംപ്ലോയീസിനെ നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുവാണ്. അതായത് ഒന്ന് ഗവൺമെന്റ് എംപ്ലോയി, മറ്റൊന്ന് നോൺ ഗവൺമെന്റ് എംപ്ലോയി. ഓക്കെ, അതില് ഗവൺമെന്റ് എംപ്ലോയി ആണ് എങ്കിൽ, ദാറ്റ് ഈസ് ഈ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ കിട്ടുന്നത് ഒരു ഗവൺമെന്റ് എംപ്ലോയിക്കാണ് കിട്ടുന്നത് എങ്കിൽ അവിടെ ആ റെന്റ് ഫ്രീ ഹൗസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈസൻസ് ഫീ ഡിറ്റർമൈൻഡ് ബൈ ദ ഗവൺമെന്റ്. അതായത് ആ ഒരു അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷന് ഗവൺമെന്റ് ഒരു ഫീ, ലൈസൻസ് ഫീ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ലൈസൻസ് ഫീ എടുക്കുക. അതിനു കൂടെ ഫർണിഷ്ഡ് ഹൗസ് ആണ് കൊടുക്കുന്നത് എങ്കിൽ ആ ഫർണിച്ചറിന്റെ കോസ്റ്റ് എത്രയാണെന്ന് നോക്കുക, അതിന്റെ 10%. ഓക്കെ, ആ കോസ്റ്റ് ഓഫ് ഫർണിച്ചറിന്റെ 10% എടുക്കുക. അതല്ല എങ്കിൽ ഹയർ ചാർജ് എത്രയാണോ, ഫർണിച്ചറിന്റെ ഹയർ ചാർജ് എത്രയാണോ അത് എടുക്കുക. അത് ആഡ് ചെയ്തതിനു ശേഷം അതിൽ നിന്നും എന്ത് ഡിഡക്ട് ചെയ്യാം? എംപ്ലോയി ഈ ഒരു റെന്റ് ഫ്രീ ഹൗസ് അല്ലെങ്കിൽ ഈ ഒരു അക്കോമഡേഷന് വേണ്ടി എംപ്ലോയി എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ പേ ചെയ്യാനുണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്യാവുന്നതാണ്. അപ്പോഴാണ് നമുക്ക് ആ ഒരു അക്കോമഡേഷന്റെ വാല്യൂ കിട്ടുന്നത് ഇൻ ദ കേസ് ഓഫ് ഗവൺമെന്റ് എംപ്ലോയി. ക്ലിയർ? രണ്ടാമത് പറയുന്നത് നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണ്. നോൺ ഗവൺമെന്റ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി. അവിടെ ഈ അക്കോമഡേഷന് രണ്ട് രീതിയിലൊന്ന് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഈസ് അക്കോമഡേഷൻ ഓൺഡ് ബൈ ദ employer and the second one is accommodation taken on lease or rent by the employer. അതായത് ഫസ്റ്റ് വൺ പറയുന്നത് അക്കോമഡേഷൻ ഓൺഡ് ബൈ ദ എംപ്ലോയർ ആണ്. അതായത് എംപ്ലോയറുടെ സ്വന്തം ഓണർഷിപ്പിലുള്ള ഒരു ഹൗസ് ആണ് ഈ അക്കോമഡേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എങ്കിൽ അതിനെയാണ് അക്കോമഡേഷൻ ഓൺഡ് ബൈ ദ എംപ്ലോയർ എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് accommodation taken on lease or rent by the employer. അതായത് എംപ്ലോയർ അത് ലീസിന് എടുത്തതോ അല്ലെങ്കിൽ റെന്റിന് എടുത്തതോ ആയ ഒരു ഹൗസ് ആയിരിക്കും അക്കോമഡേഷൻ ആയിട്ട് കൊടുക്കുന്നത്. ക്ലിയർ? ഇനി എങ്ങനെയാണ് ഈ ഒരു രണ്ട് കേസിലും അതിന്റെ വാല്യുവേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതില് ഫസ്റ്റത്തത് അക്കോമഡേഷൻ ഓൺഡ് ബൈ ദ എംപ്ലോയർ ആണ്. ഓക്കെ, അതില് നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ്? 3% ആണ് വരുന്നത്. ദാറ്റ് ഈസ് 15% or 10% or 7.5% of salary as the case may be. ഇതായത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ അക്കോമഡേഷൻ എംപ്ലോയർ ഓൺ ചെയ്തിരിക്കുന്ന അക്കോമഡേഷൻ ആണ് എങ്കിൽ ആ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സിറ്റിയുടെ പോപ്പുലേഷൻ നമ്മൾ നോക്കേണ്ടി വരും. ഓക്കെ, ആ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്രയാണോ അത് ബേസ് ചെയ്താണ് ഈ പെർസെന്റേജ് നമ്മൾ എടുക്കേണ്ടി വരുന്നത്. ക്ലിയർ?
ദാറ്റ് ഈസ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന എംപ്ലോയർ കൊടുക്കുന്ന അക്കോമഡേഷൻ എവിടെയാണോ പ്രൊവൈഡ് ചെയ്യുന്നത് ആ സിറ്റിയിലെ പോപ്പുലേഷൻ പറഞ്ഞിരിക്കുന്നത് 25 lakhsൽ കൂടുതലാണ് എങ്കിൽ ഏതെടുക്കുക 15% ഓഫ് സാലറി എടുക്കുക. ക്ലിയർ? ദെൻ അതല്ല പോപ്പുലേഷൻ 10 lakhs ബിറ്റ്വീൻ 10 lakhs to 25 lakhs ആണ് എങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഏതാണ് 10% ഓഫ് സാലറി. ഇനി അതല്ല ലെസ് ദാൻ 10 lakhs ആണ് പോപ്പുലേഷൻ വരുന്നത് എങ്കിൽ നമ്മൾ എടുക്കേണ്ടത് 7.5% ഓഫ് സാലറി. ക്ലിയർ? ഇനി ഇതിന്റെ കൂടെ ഫർണിഷ്ഡ് ഹൗസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ നേരത്തെ നമ്മൾ ഗവൺമെന്റ് എംപ്ലോയിയുടെ കേസിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഫർണിഷ്ഡ് ഹൗസ് ആണ് എങ്കിൽ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ എത്രയാണോ അതിന്റെ 10% എടുക്കുക, അല്ലെങ്കിൽ ഹയർ ചാർജ് അത് ആഡ് ചെയ്തെടുക്കുക. അതിൽ നിന്നും എംപ്ലോയി പേ ചെയ്ത എമൗണ്ടോ അല്ലെങ്കിൽ പേ ചെയ്യേണ്ടി വരുന്ന എമൗണ്ടോ ഉണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടും. ക്ലിയർ? ഇനി അതല്ലാതെ ഇതിപ്പോ നമ്മൾ പറഞ്ഞത് ഏതാണ് ഓൺഡ് ബൈ ദ എംപ്ലോയർ ആണ്. ഇനി ഇതിന് പകരം എംപ്ലോയർ റെന്റിനെടുത്ത ഒരു ഹൗസ് ആണ് അക്കോമഡേഷന് വേണ്ടി കൊടുത്തിരിക്കുന്നത് എങ്കിൽ അവിടെ നമ്മൾ എടുക്കേണ്ടത് എന്താണ് ആക്ച്വൽ എമൗണ്ട് ഓഫ് ലീസ് റെന്റ്, ദാറ്റ് ഈസ് ആക്ച്വൽ എമൗണ്ട് ഓഫ് rent or 15% of salary whichever is less. അതായത് എംപ്ലോയർ റെന്റിന് എടുത്തിരിക്കുന്ന വാടകയ്ക്ക് എടുത്ത ഒരു ഹൗസ് ആണ് അക്കോമഡേഷൻ കൊടുത്തിരിക്കുന്നത് എങ്കിൽ എംപ്ലോയർ ആ ഒരു ഹൗസിന് കൊടുക്കേണ്ടി വരുന്ന റെന്റ് അല്ല എങ്കിൽ എന്തെടുക്കുക 15% ഓഫ് സാലറി. ഇത് രണ്ടിലും ലീസ്റ്റ് എമൗണ്ട് ഏതാണോ വരുന്നത് അതാണ് ഇതിന്റെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. പ്രൊവൈഡഡ് അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക ഫർണിഷ്ഡ് ഹൗസ് ആണെങ്കിൽ 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഓർ ഹയർ ചാർജസ് then അത് ആഡ് ചെയ്യുക. then അതിൽ നിന്ന് എന്ത് ഡിഡക്ട് ചെയ്യാം എമൗണ്ട് പെയ്ഡ് ഓർ പേയബിൾ ബൈ ദ എംപ്ലോയി അതിൽ നിന്നും ഡിഡക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. ക്ലിയർ? ഇതാണ് അക്കോമഡേഷൻ ടേക്കൺ ഓൺ റെന്റ് ബൈ ദ എംപ്ലോയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയ? അപ്പൊ ഗവൺമെന്റ് എംപ്ലോയിയുടെയും അതുപോലെ തന്നെ നോൺ ഗവൺമെന്റ് എംപ്ലോയിയുടെയും കേസാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇത് കൂടാതെ ചിലപ്പോ എംപ്ലോയർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഹോട്ടലിലായിരിക്കാം അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഹോട്ടലിലാണ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ അവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രൊവൈഡ് ചെയ്യുന്ന ഡേ എത്രയാണെന്ന് നോക്കുക. That is, the accommodation provided, the accommodation is provided for less than 15 days. The value of residential accommodation or rent-free house is nil. Clear? അതായത് 15 ഡേയ്സിൽ താഴെയാണ് ഒരു ഹോട്ടലിൽ അക്കോമഡേഷൻ കൊടുക്കുന്നത് എങ്കിൽ അതിന്റെ വാല്യൂ എടുക്കേണ്ടത് നില്ലായിട്ടാണ് എടുക്കേണ്ടത്. ഇനി അതല്ല മോർ ദാൻ 15 ഡേയ്സ്, അതാണ് അതർ കേസസ് എന്ന് പറയുന്നത്. മോർ ദാൻ 15 ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ 24% for the period which accommodation provided or actual charges paid whichever is less. അതായത് 15 ഡേയ്സിൽ കൂടുതലായിട്ടാണ് ഈ ഹോട്ടലിൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ എത്ര പീരീഡിലേക്കാണോ ആ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത്രയും പീരീഡിലെ, ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഒരു 20 ഡേയ്സിലേക്കാണ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ആ 20 ഡേയ്സിലേക്കുള്ള സാലറിയുടെ 24% എടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പീരീഡ് എത്രയാണോ ആ ഒരു പീരീഡിലെ സാലറിയുടെ 24% ഓർ ആക്ച്വൽ ചാർജസ് പെയ്ഡ് എത്രയാണോ ആക്ച്വലി അവിടെ പേ ചെയ്യേണ്ടി വരുന്ന ആ ഹോട്ടലിൽ പേ ചെയ്യേണ്ടി വരുന്നത് അതിൽ ഏതാണോ ലീസ്റ്റ് വരുന്നത് അതായിരിക്കണം എടുക്കേണ്ടത്. ക്ലിയർ? താങ്ക് യു.